നമസ്കാരം. കനത്ത തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ആഘാതത്തിൽ നിൽക്കുന്ന CPM മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി നിശ്ചയിച്ചത് അഭൂതപൂർവമായ നീക്കങ്ങൾക്കൊടുവിൽ. മുഖ്യമന്ത്രിയാകാൻ മാത്രമാണ് ഇളവെന്നും പ്രതിപക്ഷ നേതാവാകാൻ അനുമതിയില്ല എന്നുമുള്ള പത്തനംതിട്ട അടക്കമുള്ള ജില്ലാ കമ്മിറ്റികളിലെ സഖാക്കളുടെ കടുത്ത നിലപാടുകൾക്കിടയിലാണ് പുതിയ വാർത്ത പുറത്തുവരുന്നത്. പാർട്ടി ചരിത്രത്തിൽ തന്നെ അപൂർവമായി മാത്രം സംഭവിക്കാറുള്ള വോട്ടെടുപ്പിലൂടെയാണ് പോളിറ്റ് ബ്യൂറോ പിണറായിക്ക് പ്രതിപക്ഷ നേതൃപദവിയിലേക്ക് വരാൻ അനുമതി നൽകിയത്. കഴിഞ്ഞയാഴ്ച ചേർന്ന PBയിലെ പൊതുധാരണയ്ക്ക് പൂർണ്ണമായും വിരുദ്ധമായാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രതിപക്ഷ നേതാവായി പിണറായി വിജയന്റെ പേര് മാത്രം നിർദ്ദേശിച്ചത്. ഇതോടെ കേന്ദ്ര നേതൃത്വത്തിന് വീണ്ടും അടിയന്തര യോഗം ചേർന്ന് തീരുമാനമെടുക്കേണ്ടി വരികയായിരുന്നു. ഓൺലൈനായി ചേർന്ന അടിയന്തര PB യോഗത്തിൽ പങ്കെടുത്ത 17 അംഗങ്ങളിൽ 10 പേരുടെ പിന്തുണയോടെയാണ് പിണറായിയുടെ പേരിന് കേന്ദ്രം ഒടുവിൽ പച്ചക്കൊടി വീശിയത്. പാർട്ടിയിലെ പരമാധികാര സമിതിയിലെ ഒരു വ്യക്തിയുടെ പദവിയെ ചൊല്ലി വോട്ടെടുപ്പ് നടത്തേണ്ടി വന്നു എന്നത് നിലവിലെ പാർട്ടി പ്രതിസന്ധിയുടെ ആഴം വ്യക്തമാക്കുന്നതാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പ്രതിപക്ഷ നേതാവായി പിണറായി വിജയന്റെ പേര് ഉയർന്നു വന്നപ്പോൾ പുതിയ നേതൃത്വം വേണമെന്ന PBയുടെ മുൻ നിലപാട് ജനറൽ സെക്രട്ടറി MA ബേബി യോഗത്തെ ഔദ്യോഗികമായി അറിയിച്ചു. എന്നാൽ കേന്ദ്രത്തിന്റെ ഈ മുന്നറിയിപ്പ് കേട്ടിട്ടും സംസ്ഥാന സമിതിയിൽ നിന്നും പിണറായിക്ക് ബദലായി മറ്റൊരു നേതാവിന്റെ പേര് പോലും നിർദ്ദേശിക്കാൻ ആരും തയ്യാറായില്ല. സംസ്ഥാന നേതൃത്വത്തിൽ ഇന്നും തുടരുന്ന പിണറായിയുടെ അപ്രമാദിത്വവും അദ്ദേഹത്തെ തിരുത്താൻ മറ്റാർക്കും സാധിക്കില്ലെന്ന അവസ്ഥയുമാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. സംസ്ഥാന കമ്മിറ്റിയുടെ ഈ കടുംപിടുത്തവും മറ്റൊരു പേര് ഉയർന്നു വരാത്ത സാഹചര്യവുമാണ് വ്യാഴാഴ്ച ഓൺലൈനായി അടിയന്തര PB യോഗം വിളിക്കാൻ ജനറൽ സെക്രട്ടറി MA ബേബിയെ പ്രേരിപ്പിച്ചത്. സംസ്ഥാന സമിതി ഒന്നടങ്കം പിണറായിക്കായി നിലകൊള്ളുമ്പോൾ അതിനെ പൂർണ്ണമായി തള്ളിക്കളയുന്നത് കേരളത്തിലെ പാർട്ടിയിൽ വലിയ പിളർപ്പിനോ അസ്വാരസ്യങ്ങൾക്കോ കാരണമാകുമെന്ന് കേന്ദ്ര നേതൃത്വം ഭയന്നു. ഈ സാഹചര്യത്തിലാണ് ജനാധിപത്യപരമായ വോട്ടെടുപ്പിലൂടെ പ്രശ്നം പരിഹരിക്കാൻ PB തീരുമാനിച്ചത്. പാർട്ടിക്കുള്ളിലെ പുതിയ അധികാര സമവാക്യങ്ങളുടെ സൂചന കൂടിയാണ് PBയിൽ നടന്ന വോട്ടെടുപ്പ് ഫലം നൽകുന്നത്. 17 അംഗങ്ങളിൽ 10 പേർ പിണറായിയെ പിന്തുണച്ചപ്പോൾ 7 പേർ പുതിയ നേതൃത്വം വേണമെന്ന നിലപാടിൽ ഉറച്ചു നിന്നു. കേന്ദ്ര നേതൃത്വത്തിലും പിണറായി വിജയന്റെ സ്വാധീനം പൂർണ്ണമായും ഇല്ലാതായിട്ടില്ലെന്ന് തെളിയിക്കുന്നതാണ് ഈ 10 വോട്ടുകൾ. എങ്കിലും 7 പേർ പരസ്യമായി വിയോജിപ്പ് രേഖപ്പെടുത്തി എന്നത് വരും ദിവസങ്ങളിൽ പാർട്ടിയിൽ ഉണ്ടാകാൻ പോകുന്ന ആശയപരമായ ചേരിതിരിവുകളുടെ തുടക്കമായി കാണാം. യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയം വിലയിരുത്താൻ 10-11 തീയതികളിൽ ചേർന്ന PB യോഗത്തിൽ പിണറായി വിജയൻ നയിച്ച മുൻ സർക്കാരിനും സംസ്ഥാന നേതൃത്വത്തിനുമെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ഉയർന്നത്. തോൽവിയുടെ ഉത്തരവാദിത്തത്തിൽ നിന്നും സർക്കാരിനും അതിന്റെ തലവനും മാറി നിൽക്കാനാകില്ലെന്ന പൊതുവികാരമായിരുന്നു കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പുതിയൊരു നേതൃത്വം നിയമസഭയിൽ വരട്ടെ എന്ന നിലപാടിലായിരുന്നു PB ആദ്യം എത്തിച്ചേർന്നത്. പിണറായിക്ക് ഇനിയൊരു പദവി നൽകുന്നതിനോട് കേന്ദ്രത്തിലെ വലിയൊരു വിഭാഗത്തിന് താല്പര്യവുമുണ്ടായിരുന്നില്ല. ഇതിന് പിന്നാലെയാണ് പത്തനംതിട്ട അടക്കമുള്ള തെക്കൻ ജില്ലകളിലെ താഴെത്തട്ടിലുള്ള സഖാക്കളിൽ നിന്നും പിണറായിക്കെതിരെ പരസ്യമായ അതൃപ്തി ഉയർന്നത്. തുടർച്ചയായി 3-ാം തവണയും മത്സരരംഗത്തിറങ്ങാൻ പിണറായിക്ക് പാർട്ടി ഇളവ് നൽകിയത് വീണ്ടും മുഖ്യമന്ത്രിയാകാൻ വേണ്ടി മാത്രമായിരുന്നുവെന്നാണ് അണികളുടെ വാദം. മുഖ്യമന്ത്രി പദവി നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ ഇനി പ്രതിപക്ഷ നേതാവായി തുടരാൻ അദ്ദേഹത്തിന് പാർട്ടി ഭരണഘടന പ്രകാരം അനുമതിയില്ലെന്ന നിലപാടിൽ തന്നെയാണ് താഴെത്തട്ടിലെ സഖാക്കൾ.